എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? പറഞ്ഞേ റോഷ്നി, പറഞ്ഞ എന്തൊക്കെയാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? സർക്കുലർ എക്കോണമി എന്നാന്ന് പഠിച്ചു. ആ ഓക്കെ. നമ്മൾ ഫസ്റ്റ് തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്, അതായത് എൻവയോൺമെന്റ് മാനേജ്മെന്റ് ചെയ്യാനുള്ള ടൂൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ ഈ തേർഡ് ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ടോപ്പിക്സും ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ISO എന്താന്ന് പഠിച്ചു, ISO 14001 സീരീസിനെ കുറിച്ച് പഠിച്ചു. ദെൻ LCA പഠിച്ചു അല്ലെ, ലൈഫ് സൈക്കിൾ അസസ്മെന്റ് പഠിച്ചു. ദെൻ സർക്കുലർ എക്കണോമി ആൻഡ് ബയോമിമിക്രി എന്താന്നുള്ളത് ടോപ്പിക്ക് പഠിച്ചു. ദെൻ ഇനി നമ്മൾ അടുത്തത് മൂവ് ചെയ്യാൻ പോകുന്നത് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്, അതാണ് കേട്ടോ നമ്മുടെ ടോപ്പിക്ക്. എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ഓർ EIA ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ഓർ EIA. ഓക്കെ, an environmental impact assessment or EIA is an assessment of the possible positive or negative impact that a proposed project may have on the environment, considering natural, social and economic aspects. അപ്പോൾ ഒരു EIA എന്ന് പറയുന്ന ഒരു അസസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു പലതരത്തിൽ എൻവയോൺമെന്റ് മാനേജ്മെന്റ് ചെയ്യാനുള്ള പലതരത്തിലുള്ള ടൂൾസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ടൂളാണ് EIA എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. ഓക്കെ, അത് നടത്തുന്നത് നമ്മുടെ എൻവയോൺമെന്റിൽ, അതായത് നമ്മുടെ പല ഇൻഡസ്ട്രീസും പലതരം പ്രൊജക്ട്സ് അല്ലെ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പലതരത്തിലുള്ള പ്രൊജക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന ടൈമിൽ ആ ഡാമിന് നമ്മുടെ ഒരു നാട്ടിൽ സ്ഥാപിക്കുന്ന സമയത്ത് അതുകൊണ്ട് എന്തെങ്കിലും ഇമ്പാക്ട്സ്, എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് വരാൻ ചാൻസ് ഉണ്ടോ? പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സോ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സോ ഉണ്ടാകും. അതൊക്കെ അസസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് എന്തെന്ന് പറയുന്നത് EIA എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത്, ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രൊജക്റ്റ് വരുന്നത് കൊണ്ട് നമ്മുടെ എൻവയോൺമെന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷമായി ബാധിക്കുമോ അല്ലെങ്കിൽ നല്ല രീതിയിൽ എങ്ങനെയെങ്കിലും നമ്മുടെ എൻവയോൺമെന്റിനെ അത് ബാധിക്കുമോ എന്നുള്ള ഒരു അസസ്മെന്റ് ആണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അസസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് EIA എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഈസ് ആൻ അസസ്മെന്റ് of the possible positive or negative impact that a proposed project may have on the environment, considering natural, social and economic aspects. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ആസ്പെക്ട്സും എല്ലാം കൺസിഡർ ചെയ്യും. നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ആസ്പെക്ട്സ് ഉണ്ടാവുമോ, സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ആസ്പെക്ട്സ് ഉണ്ടാവുമോ, എക്കണോമിക് ആയിട്ടുള്ള എന്തെങ്കിലും ആസ്പെക്ട്സ് ഉണ്ടാവുമോ, ഇതെല്ലാം കൺസിഡർ ചെയ്ത് അതിന്റെ പോസിറ്റീവ് ഇമ്പാക്റ്റും നെഗറ്റീവ് ഇമ്പാക്റ്റും, അതായത് ഇത് ഒരു പ്രൊജക്ട് വരുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം അനലൈസ് ചെയ്ത്. ഓക്കെ, പറഞ്ഞോ. വിഷ്ണുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ജോയിൻ ആകുന്നില്ല പറയുന്നിട്ട്. ഓക്കെ, അത് നിങ്ങളുടെ കുഴപ്പമാട്ടോ. ഞാനിത് ഡിസ്കസ് ചെയ്തപ്പോൾ എന്നോട് പ്രിൻസിപ്പൾ അടക്കം പറഞ്ഞത് നിങ്ങൾക്ക് അതെന്തോ നിങ്ങൾ കയറുന്ന ഐഡിയയിൽ എന്തോ പ്രശ്നം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യേണ്ട, ഡയറക്റ്റ് ക്ലാസ് എടുത്തു പോകാനാണ് പറഞ്ഞത്. നിങ്ങൾ ആ ടൈമിൽ കയറാനായിട്ട് നോക്കുക കേട്ടോ. വേറെ ഒന്നും എനിക്കിപ്പോൾ ചെയ്യാനില്ല, ക്ലാസ്സിൻ്റെ ഇടയിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, 1-2 തവണ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ക്ലാസ്സിനൊക്കെ അത് ബാധിക്കും. അപ്പം നിങ്ങൾ ടൈമിന് കയറാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ സ്റ്റാഫ് അഡ്വൈസറിയോ HOD ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒന്ന് പറയാം, അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, ഓക്കെ. A systematic and well-documented procedure to identify, describe and assess the direct and indirect effects of a development project on different environmental, social, cultural or economic factors for environmentally compatible and sustainable development. അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഈ എന്ത് പറയുന്നത് EIA എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻവയോൺമെന്റിന് അത് ഏതൊക്കെ രീതിയിൽ
സോഷ്യൽ ആയിട്ടോ എക്കണോമിക് ആയിട്ടോ നാച്ചുറൽ ആയിട്ടോ ഏതൊക്കെ രീതിയിലാണ് അത് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ള അനലൈസ് ചെയ്യുന്ന അസസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് EIA എന്ന് പറയുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. Then, according to the International Association of Impact Assessment, IAIA, the process of identifying, predicting, evaluating, and mitigating the biophysical, social, and other relevant effects of development proposals prior to major decisions being taken and commitments made. അപ്പം ഈ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏജൻസി, അത് IAIA എന്ന് പറയുന്ന ഏജൻസി എങ്ങനെയാണ് EIA ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് EIA ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ്, പ്രെഡിക്റ്റിംഗ്, ഇവാലുവേറ്റിംഗ് ആൻഡ് മിറ്റിഗേറ്റിംഗ് ദ ബയോഫിസിക്കൽ, social and other relevant effects of development proposals prior to major decisions being taken and commitment made. അതായത് ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മേജർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ബയോഫിസിക്കൽ ആയിട്ടുള്ളതായാലും സോഷ്യൽ ആയിട്ടുള്ളതായാലും അല്ലാതെ എല്ലാ റെലവെന്റ് ഫാക്ട്സും എഫക്ട്സും എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന എല്ലാ റെലവെന്റ് എഫക്ട്സും മിറ്റിഗേറ്റ് ചെയ്ത്, നല്ലതാണെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്ത്, മോശം ഇമ്പാക്ട്സ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ മിറ്റിഗേറ്റ് ചെയ്യുന്ന ഒരു അസസ്മെന്റിനെയാണ് എന്ത് പറയുന്നത് EIA എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഇപ്പൊ ISOന്റെ കാര്യത്തിലായാലും നമ്മളിങ്ങനെ പ്രത്യേക ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ISO എങ്ങനെയാണ് LCN ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം IAIA എന്ന് പറയുന്ന ഈ ഒരു ഏജൻസി എങ്ങനെയാണ് നമ്മുടെ EIA-നെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഓക്കെ. ദെൻ ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് EIA. എങ്ങനെയാണ് EIA ഉടലെടുത്തത്, അതായത് EIA എന്ന് പറയുന്ന ഈ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്, നമ്മുടെ ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം. EIA വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ ദി US as a result of the National Environmental Policy Act of 1969 for considering possible impacts prior to a decision being taken on whether or not a proposal should be given approval to proceed. അതായത് 1969 NEPA ഭാഗമായിട്ട്, അതായത് നാഷണൽ എൻവയോൺമെന്റ് പോളിസി ആക്ടിന്റെ ഭാഗമായിട്ട് ഒരു പ്രപ്പോസൽ വേണോ വേണ്ടയോ അതിന്റെ ഇമ്പാക്ട്സ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് US-ലാണ് ഇത് ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ EIA എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് കൺസെപ്റ്റ് ഇൻ ഇന്ത്യ കെയിം ഇൻ ദ ഇയർ 1994. അത് ഇന്ത്യയിലേക്ക് എത്തുന്നത് 1994-ലാണ്. ദേ ഹാവ് ബീൻ 3 amendments in this notification. അപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് 3 amendments ആണ് ഉണ്ടായിട്ടുള്ളത്. Okay. Then recognition of EIA consultant and organization through Quality Council of India is also one step ahead to stop entry of unethical people mushrooming as EIA consultant. അപ്പം EIA consultant ആയിട്ട് ഒരാളെ നിയമിക്കുന്നതും EIA consultantiൽ നിന്ന് തിരിച്ചറിയുന്നതും ഒരു ഓർഗനൈസേഷനെ തിരിച്ചറിയുന്നതും ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഏജൻസി വഴി, ഇത് പിന്നെ EIA കൺസൾട്ടന്റ് ആയിട്ട് അനധികൃതമായിട്ടുള്ള ആരെങ്കിലും ഏതെങ്കിലും ആൾക്കാർ അനധികൃതമായിട്ട് ആ ഒരു പോസ്റ്റിലേക്ക് വരിക എന്നുള്ളതൊക്കെ ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇത്. അതൊക്കെ എന്ത് ചെയ്യുന്നത്, അതിനൊക്കെ മാനേജ് ചെയ്യുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. EIA കൺസൾട്ടന്റിനെ നിയമിക്കുന്നതും അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ മാനേജ് ചെയ്യുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് EIA. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത് നോക്കാം. EIA predict environmental impacts of projects, find ways and means to reduce adverse impact, refine or shape the proposed project to suit the local environment, present the predictions and options before the decision makers. അപ്പം EIA-ന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഓഫ് പ്രൊജക്ട്. ഒരു പ്രൊജക്ട് വരുമ്പോൾ അതിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും EIA വെച്ചിട്ടല്ലേ. EIA വെച്ചിട്ട് അതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഫൈൻഡ് വേസ് ആൻഡ് മീൻസ് ടു റെഡ്യൂസ് അഡ്വേഴ്സ് ഇമ്പാക്ട്സ്. അതായത് അഡ്വേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമ്പാക്ട്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കണ്ടുപിടിക്കാനും അതിനെ അല്ലെ. അഡ്വേഴ്സ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? മോശമായിട്ടുള്ള എന്തെങ്കിലും എഫക്ട്സ് അല്ലെ, എൻവയോൺമെന്റൽ എഫക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ റിഫൈൻ ഓർ ഷേപ്പ് ദ പ്രൊപ്പോസ്ഡ് പ്രൊജക്ട് ടു സ്യൂട്ട് ദ ലോക്കൽ ഗവൺമെന്റ്. അപ്പം ഒരു പ്രൊജക്ട് വരികയാണെങ്കിൽ അതൊരു ലോക്കൽ എൻവയോൺമെന്റിന്റെ ഭാഗമായിട്ട് അതിനെങ്ങനെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനൊക്കെ ഈ EIA സിസ്റ്റം, ഈ ഒരു പ്രൊസീജിയർ വഴി നമുക്ക് പറ്റും. ദെൻ പ്രസന്റ് ദ പ്രഡിക്ഷൻ
predictions and options before the decision makers. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റ് ദ പ്രഡിക്ഷൻസ് ആൻഡ് ഓപ്ഷൻസ്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രഡിക്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റ് ചെയ്യാൻ, അത് അവതരിപ്പിക്കാനായിട്ട് പറ്റും. ഒരു പ്രൊജക്ട് വരുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇമ്പാക്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള പ്രഡിക്ഷൻസ് ഒക്കെ നമുക്ക് ഒന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും ഒബ്ജക്റ്റീവ്സ് ആണ് EIA. ഓക്കെ, then under Environmental Protection Act EPA 1986, EIA notification was prolonged on 27 January 1994, making environmental clearance mandatory for expansion or modernization of any project or for setting up new projects listed below. This EIA notification consisted for 3 schedules. അപ്പം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഭാഗമായിട്ട് ഇത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ശരിക്കും നിലവിൽ വരുന്നത് 1994 ജനുവരി 27 ഓക്കെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ വന്ന സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് ഇതിന് 3 ഷെഡ്യൂളിലായിട്ടാണ് ഈ ഒരു EIA കിടക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 3 ഷെഡ്യൂളായിട്ടാണ് ഈ EIA ഇപ്പൊ സ്പ്രെഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷെഡ്യൂൾ 1, ലിസ്റ്റ് ഓഫ് പ്രൊജക്ട്സ് റിക്വയറിംഗ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഫ്രം ദി സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് പ്രൊജക്ട് റിക്വയറിംഗ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഫ്രം ദി സെൻട്രൽ ഗവൺമെന്റ്. ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ക്ലിയറൻസ് അപ്രൂവ് ആവണം. ദെൻ ഷെഡ്യൂൾ 2 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോം. ദെൻ ഷെഡ്യൂൾ 3 എന്ന് പറയുന്നത് കോമ്പോസിഷൻ ഓഫ് എക്സ്പെർട്ട് കമ്മിറ്റി ഫോർ ഗിവിംഗ് എൻവയോൺമെന്റൽ ക്ലിയറൻസ്. അപ്പം എക്സ്പെർട്ട് കമ്മിറ്റീന്റെ കോമ്പോസിഷനെയാണ് 3rd ഷെഡ്യൂൾഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ ഈ 3 ഷെഡ്യൂളായിട്ടാണ് EIA നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് പ്രൊജക്ട് റിക്വയറിംഗ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഫ്രം ദി സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വരുന്ന ക്ലിയറൻസ്. ദെൻ ആപ്ലിക്കേഷൻ ഫോം ആണ് സെക്കൻഡ് ഷെഡ്യൂൾ ആയിട്ട് പറയുന്നത്. ദെൻ 3rd ഷെഡ്യൂൾ എന്ന് പറയുന്നത് കോമ്പോസിഷൻ ഓഫ് എക്സ്പെർട്ട് കമ്മിറ്റി ഫോർ ഗിവിംഗ് എൻവയോൺമെന്റൽ ക്ലിയറൻസ്. എൻവയോൺമെന്റൽ ക്ലിയറൻസ് തരാനുള്ള എക്സ്പെർട്ട് കമ്മിറ്റീന്റെ ഒരു കോമ്പോസിഷനെയാണ് 3rd ഷെഡ്യൂൾഡ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ദെൻ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഇത് എങ്ങനെയൊക്കെയാണ് ഈ പ്രൊസീജിയർ നടക്കുക എന്നുള്ളത് നോക്കാം. ഈ ഒരു പ്രോസസ്സിന്റെ മെയിൻ സ്റ്റെപ്സ് ആണ് ഇനി പറയുന്നത് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് ഈ EIA എങ്ങനെയൊക്കെയാണ് ഈ പ്രൊസീജിയർ നടക്കുന്നത്, അതിന്റെ 5 സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്രീനിങ്, ആൻഡ് സെക്കൻഡ് വൺ സ്കോപ്പിംഗ്, ആൻഡ് തേർഡ് വൺ പ്രെഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ, ആൻഡ് ഫോർത്ത് വൺ മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഓഡിറ്റ്. അപ്പൊ ഇത്രയും സ്റ്റെപ്സിലൂടെയാണ്, ഇത്രയും ഒരു സ്റ്റേജസിലൂടെയാണ് EIA എന്ന് പറയുന്ന പ്രൊസീജിയർ നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് എന്താന്ന് നോക്കാം. സ്ക്രീനിങ് often results in a categorization of the project, and from this a decision is made on whether or not a full EIA is to be carried out. സ്ക്രീനിങ് എന്ന് പറയുന്നത് ഇപ്പം ഈ കോവിഡിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങൾ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് സ്ക്രീനിങ് ഒക്കെ നടത്തും അല്ലെ. അപ്പൊ സ്ക്രീനിങ് നടത്തുന്ന എന്തിനാ, നിങ്ങൾ വരുമ്പോഴേക്കും സ്ക്രീനിങ് നടക്കും, തെർമൽ സ്ക്രീനിങ് നടക്കും, നിങ്ങൾക്ക് ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലാണ് പിന്നീടുള്ള അപ്പോൾ അയാളെ വേറെ ഒരു കമ്പാർട്ട്മെന്റിലേക്ക്, അതായത് വേറൊരു പ്രത്യേകം ഒരു സോണിലേക്ക് മാറ്റണോ എന്നുള്ളതൊക്കെ പിന്നീടാണ് തീരുമാനിക്കുക. അപ്പൊ ഫസ്റ്റ് നടത്തുന്നത് സ്ക്രീനിങ് ആണ്. അപ്പം ഈ EIA പ്രൊസീജിയറിലും ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഈ EIA ഭാഗമായിട്ട് നടത്തുന്നത് എന്താ, സ്ക്രീനിങ് നടത്തും. അതായത് ആ ഒരു പ്രൊജക്ട് വരുന്നത് കൊണ്ട് അതെന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, ജസ്റ്റ് ഉള്ള ഫസ്റ്റ് സ്റ്റേജ് ഓഫ് അനലൈസിനെയാണ് എന്ത് പറയുന്നത്, സ്ക്രീനിങ് എന്ന് പറയുന്നത്. Screening often results in a categorization of the project, and from this a decision is made on whether or not a full EIA is to be carried out. അപ്പം സ്ക്രീനിങ് നടത്തുമ്പോഴേക്കും മനസ്സിലാകും ഇതിന് ഒരു അതായത് വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ടോ, നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ടോ, അതായത് ഈ മുഴുവൻ പ്രൊസീജിയറും ഈ ഒരു പ്രൊജക്ടിന് വേണ്ടി നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ ഫസ്റ്റ് സ്ക്രീനിങ്ങിൽ തന്നെ മനസ്സിലാകും അല്ലെ. ഫസ്റ്റ് സ്ക്രീനിങ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഒരു പ്രൊജക്ടിന്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളതൊക്കെ നമുക്ക് ഫസ്റ്റ് സ്ക്രീനിങ്ങിൽ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ സെക്കൻഡ് സ്റ്റേജ് ഈസ് സ്കോപ്പിംഗ്. Scoping is the process of determining
which are the most critical issues to study and will involve community participation to some degree. It is at this early stage that EIA can most strongly influence the outline proposal. സ്കോപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് വിച്ച് ആർ ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ഇഷ്യൂ. അപ്പം നമുക്ക് സ്ക്രീനിങ് നടത്തുമ്പോൾ ജസ്റ്റ് ഏകദേശം മനസ്സിലാവുള്ളൂ EIA പ്രൊസീജിയറൊക്കെ ഇനി മുന്നോട്ടൊക്കെ കൊണ്ടുപോകണോ, ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് കൊണ്ടുപോകണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ക്രിട്ടിക്കൽ ഇഷ്യൂ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊജക്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഡാം വരുവാണെങ്കിൽ അല്ലെ, നമ്മൾ എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യണം? ആ ഡാം വരുമ്പോൾ അതിന്റെ ചുറ്റുപാടും എത്ര കിലോമീറ്റർ അകലെയാണ് ജനവാസം ഉള്ളത് അല്ലെ, ജനവാസം എത്ര മീറ്റർ അകലെയാണ്, എത്ര കിലോമീറ്റർ അകലെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യും. അത് ആ ഒരു എർത്തിന്റെ ആ ഒരു ലാൻഡിന്റെ ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ ഒന്ന് ഐഡന്റിഫൈ ചെയ്യും അല്ലെ, അവിടെ അത് വരുന്നത് കൊണ്ട് വേറെ എന്തെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ടോ, അങ്ങനെയുള്ള കുറെ ഐഡന്റിഫിക്കേഷൻസ് ഒക്കെ നടത്തും. ഓക്കെ, ഇങ്ങനെയുള്ള അനലൈസ് നടത്തിയതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ, അതായത് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഒക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള സ്കോപ്പിങ്ങിലൂടെ ചെയ്യുന്നത്. Okay, scoping is the process of determining which are the most critical issues to study and will involve community participation to some degree. It is at this early stage that EIS can most strongly influence the outline proposal. അപ്പം ഈ ഒരു സ്റ്റേജിൽ നിന്നാണ് നമ്മൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് അത് മുന്നോട്ടേക്ക് അതിനെക്കുറിച്ച് പിന്നെ കൂടുതലായിട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ ആയിരുന്നു. ഡീറ്റെയിൽഡ് പ്രഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ സ്റ്റഡീസ് ഫോളോ സ്കോപ്പിംഗ് ആൻഡ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ പാരലൽ വിത്ത് ഫീസിബിലിറ്റി സ്റ്റഡീസ്. ഓക്കെ, അപ്പം സ്കോപ്പിംഗ് കഴിഞ്ഞ പാടെയുള്ള നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് പ്രഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ. അതായത് പ്രഡിക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന്റെ വരും വരായികളൊക്കെ പ്രഡിക്റ്റ് ചെയ്യുക. ആ ഒരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഭാവിയിൽ അത് എന്തെങ്കിലും ദോഷം വരാ, അങ്ങനെ ഒരു ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കൂടുതലായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അത് ഈ ഒരു പ്രൊജക്ട് വഴി എമിഷൻ നടക്കുകയാണെങ്കിൽ ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ വരായികകളൊക്കെ മുന്നിൽ കണ്ട് അതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുക, അതെങ്ങനെയൊക്കെ നമുക്ക് അതിനെ തടയാന്നുള്ളതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനാണ് എന്ത് പറയുന്നത്, പ്രഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽഡ് പ്രഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ സ്റ്റഡീസ് ഫോളോ സ്കോപ്പിംഗ് കഴിഞ്ഞപാടെയാണ് പ്രഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് വരുന്നത്. ആൻഡ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ പാരലൽ വിത്ത് ഫീസിബിലിറ്റി സ്റ്റഡീസ്. അപ്പം ഇതൊരു പാരലൽ ആയിട്ട് നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് പ്രഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. Okay, then the main output report is called an environmental impact statement and contains a detailed plan for managing and monitoring environmental impacts both during and after implementation. So prediction and mitigation stage കഴിഞ്ഞാൽ next stage എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മാനേജിങ് ആൻഡ് മോണിറ്ററിംഗ് എന്ന് പറയുന്ന സ്റ്റേജ് ആണ്. അപ്പൊ അതിലെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു എല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് ഇത്രയും സ്റ്റേജ് ആകുമ്പോഴേക്കും എല്ലാം അനലൈസ് ചെയ്തിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കും, ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കും. ഇപ്പൊ ഈ 3 സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു. ഏതൊക്കെയാ? സ്ക്രീനിങ് കഴിഞ്ഞു, സ്കോപ്പിംഗ് കഴിഞ്ഞു, ദെൻ പ്രഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ കഴിഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് മൊത്തം ഒന്ന് അനലൈസ് ചെയ്ത് അതിനൊരു അസസ്മെന്റ് ഷീറ്റ് അല്ലെങ്കിൽ അസസ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. ആ ഒരു സ്റ്റേജിനെയാണ് എന്ത് പറയുന്നത്, മാനേജിങ് ആൻഡ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ദ മെയിൻ ഔട്ട്പുട്ട് റിപ്പോർട്ട്, അതായത് ഈ 3 സ്റ്റേജ് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഔട്ട്പുട്ട് റിപ്പോർട്ട് കിട്ടും, ഒരു പ്ലാൻ, ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടും. ആ ഔട്ട്പുട്ട് റിപ്പോർട്ടിനെയാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുകയും ആൻഡ് കണ്ടെയ്ൻസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഫോർ മാനേജിങ് ആൻഡ് മോണിറ്ററിംഗ്. അപ്പൊ ആ ഒരു പ്ലാനിൽ എന്തൊക്കെ ഉണ്ടാകും, ഇനി എങ്ങനെ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാം, ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, മോണിറ്റർ ചെയ്യാന്നുള്ളതൊക്കെ ആ ഒരു പ്ലാനിൽ അടങ്ങിയിട്ടുണ്ടാകും. ആ ഒരു സ്റ്റേജിനാണെങ്കിൽ മാനേജിങ് ആൻഡ് മോണിറ്ററിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, and contains a detailed plan for managing and monitoring environmental impacts both during and after implementation. അപ്പോൾ ഫസ്റ്റ് പ്രൊജക്ട് തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങുന്നതിന് ശേഷം ആയാലും എന്തൊക്കെയാണ് ഈ വരും വരായികകൾ എന്നൊക്കെ മൊത്തം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, ഒരു റിപ്പോർട്ടായിട്ട് ഫോം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, മാനേജിങ് ആൻഡ് മോണിറ്ററിംഗ് എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ,
ദെൻ ഫൈനലി അപ്പം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഉള്ളത് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ എല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യുക അല്ലേ. അപ്പം എല്ലാം ഇത്രയും കാര്യങ്ങൾ വെരിഫിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഈ 4 സ്റ്റേജിലൂടെ നമ്മുടെ എല്ലാ വെരിഫിക്കേഷൻസ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്ക്രീനിങ് കഴിഞ്ഞു. സ്ക്രീനിങ് കഴിഞ്ഞ പാട് നമ്മൾ സ്കോപ്പിംഗ് ചെയ്തു. സ്കോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്, പ്രഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ അല്ലേ. സ്കോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പ്രഡിക്റ്റ് ചെയ്യുകയും അത് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തു. ദെൻ മാനേജിങ് ആൻഡ് മോണിറ്ററിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്കാണ് വരുന്നത്. അതായത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. ജസ്റ്റ് പ്രഡിക്ഷൻ കഴിഞ്ഞ് പിന്നെ മാനേജ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അതിനെ ഒന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ള സ്റ്റേജ് കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആക്കി അതിൻ്റെയൊക്കെ പ്ലാനൊക്കെ പ്രിപ്പയർ ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ഒക്കെ റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് വരുന്നത് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിംഗ് എന്ന് പറയുമ്പം ഇത്രയുള്ള ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ റിപ്പോർട്ട്സിനെയും ഒന്ന് എന്ത് ചെയ്യുക, മൊത്തത്തിൽ ഒന്ന് സമ്മറൈസ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനലി ആൻ ഓഡിറ്റ് ഓഫ് ദ EIA പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് സം ടൈം ആഫ്റ്റർ ഇംപ്ലിമെന്റേഷൻ. The audit serves a useful feedback and learning function. അപ്പോൾ ഓഡിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടും അല്ലേ. ഇപ്പം എന്തായാലും ഓഡിറ്റ് ഒരു സമ്മറൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത്, ഒരു കൺക്ലൂഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, EIA process is carried out sometime after implementation. ചില സമയത്ത് ഈ ഓഡിറ്റിംഗ് നടക്കുന്നത് ചിലപ്പോൾ ആഫ്റ്റർ ഇംപ്ലിമെന്റേഷൻ, ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജ് പ്രൊസീജിയർ നടക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക, എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റേജസ് എന്നുള്ളത്. ഓക്കെ, the main steps in EIA's process are screening, scoping, prediction and mitigation, management and monitoring, and finally the auditing. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെന്ന് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ EIA ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. EIA കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എഴുതുന്നത് EIAയുടെ ഡെഫിനിഷൻ, ദെൻ മേജർ സ്റ്റെപ്സ്, അതായത് മേജർ സ്റ്റേജസ് ഏതാന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ EIA ഒക്കെ. ദെൻ ഡേറ്റ റിക്വയർമെന്റ്. ഒരു EIA പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ഡേറ്റയാണ് നമുക്ക് ആവശ്യമുള്ളത് നോക്കണം. ഓക്കെ, അപ്പൊ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ പ്രൊജക്ടിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡേറ്റ വേണം അല്ലെ. ഒരു പ്രൊജക്ട് ഇപ്പൊ ഒരു ഡാമാ വരുന്നതെങ്കിൽ ആ ഡാമിന്റെ മുഴുവൻ ഡേറ്റാസും കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഡേറ്റാസ് ആണ് ഒരു EIA പ്രൊസീജിയറിന് ആവശ്യമായിട്ടുള്ളത് നോക്കാം. അപ്പൊ ഒരു പ്രൊജക്ടിന്റെ ഭാഗത്ത് ഏത് പ്രൊജക്ട് ആണോ ആ പ്രൊജക്ടിന്റെ എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് കളക്ട് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഓക്കെ, പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് കളക്ട് ചെയ്യേണ്ട ഡേറ്റാസ് എന്ന് പറയുന്നത് ടൈപ്പ്, സൈസ് ആൻഡ് ലൊക്കേഷൻ അല്ലെ. ഒരു പ്രൊജക്ട് വരുമ്പോൾ ആ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ഏത് ടൈപ്പിലുള്ളത്, ഏത് തരം പ്രൊജക്റ്റ് ആണ്. ഇപ്പൊ ഡാം ഒക്കെ ആകുമ്പോൾ ഓക്കെ, ഡാം എന്ന് പറയുന്ന ആ ഒരു ടൈപ്പിലേക്ക് അല്ലെ, ഏത് കാറ്റഗറി ആണെന്നുള്ളത് ഒന്ന് ഫസ്റ്റ് അനലൈസ് ചെയ്യണം, ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യണം. ദെൻ അതിന്റെ സൈസ് അല്ലെ, എല്ലാ ഡാമും ഒരുപോലെ ആയിരിക്കില്ല, പലതരത്തിലുള്ള ഡാം ഉണ്ടാവും അല്ലെ, പലതരത്തിലുള്ള ഇൻഡസ്ട്രി ആയിരിക്കും വരുന്നത്. അപ്പം ചിലപ്പോൾ ഫാക്ടറീസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പം അതിന്റെ സൈസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം സൈസിന്റെ ഡേറ്റ കളക്ട് ചെയ്യുക. ദെൻ ലൊക്കേഷൻ, ഏത് ഭാഗത്താണ്, ഏതാണ് അതിന്റെ ജിയോഗ്രഫിക്കൽ സ്റ്റാറ്റസ്, ഓക്കെ, ഏത് ഭാഗത്താണ് വരുന്നത്, ഒരു ലാൻഡിന്റെ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട്, അതായത് നമ്മൾ ഏത് പ്രൊജക്റ്റ് ആണോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്രയും ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യണം. ദെൻ ഏരിയ ഓഫ് പൊട്ടൻഷ്യൽ ഇമ്പാക്ട്. അപ്പം ഒരു പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റിന്റെ ഭാഗമായിട്ട്, ആ ഏരിയ ഓഫ് പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കളക്ട് ചെയ്യേണ്ട ഡേറ്റ എന്ന് പറയുന്നത് ഫിസിക്കൽ റിസോഴ്സസ്, ബയോളജിക്കൽ റിസോഴ്സസ്, എക്കണോമിക് ഡെവലപ്മെന്റ് റിസോഴ്സസ്, ക്വാളിറ്റി ഓഫ് ലൈഫ്, അതർ എക്സിസ്റ്റിംഗ് ആൻഡ് പ്ലാനിംഗ് പ്രൊജക്ട്സ്. ഓക്കെ, ഓഡിബിൾ ആണോ? ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പിന്നീട് കളക്ട് ചെയ്യേണ്ട ഡേറ്റാസ് എന്ന് പറയുന്നത് ഫിസിക്കൽ റിസോഴ്സസ്. എന്തെങ്കിലും അതിൽ ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ് ആയിട്ടുള്ള എന്തൊക്കെ ഫിസിക്കൽ റിസോഴ്സസ് ആണ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലെ. എന്തൊക്കെ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി എന്തൊക്കെ ഫിസിക്കൽ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. ദെൻ ബയോളജിക്കൽ റിസോഴ്സസ്, അതുപോലെ തന്നെ
ഫിസിക്കൽ ആയിട്ടുള്ളതുപോലെ തന്നെ ബയോളജിക്കൽ ആയിട്ടുള്ള റിസോഴ്സസും ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വേണ്ടി വരും. അതെന്തൊക്കെയാണെന്നുള്ളത് അതിന്റെ ഡേറ്റാസ് കളക്ട് ചെയ്യാം. ദെൻ എക്കണോമിക് ഡെവലപ്മെന്റ് റിസോഴ്സസ്. അപ്പം ഈ ഒരു ഡാമിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള റിസോഴ്സസ് ഏതാന്ന് അതിന്റെ ഡേറ്റാസ് കളക്ട് ചെയ്യുക. ദെൻ ക്വാളിറ്റി ഓഫ് ലൈഫ്, ആ ഒരു നമ്മുടെ ഒരു ജനജീവിതത്തെ അത് എങ്ങനെയൊക്കെ ബാധിക്കും, ആ ജനജീവിതവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു അവിടെ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അതിൻ്റെയൊക്കെ വിവരങ്ങൾ കളക്ട് ചെയ്യാം. ദെൻ അതർ എക്സിസ്റ്റിംഗ് ആൻഡ് പ്ലാൻഡ് പ്രൊജക്ട്. ഇപ്പൊ ഇതുപോലുള്ള ഏതെങ്കിലും പ്രൊജക്ട്സ്, അതായത് ഇപ്പോൾ ഒരു ഡാമും നിലവിൽ വരുന്ന സമയത്ത് ഇതുപോലുള്ള ഏതെങ്കിലും ഡാം എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ അല്ലെ, ഓരോ തരത്തിലുള്ള പ്രൊജക്ട്സ് വരുമല്ലോ. ഇപ്പൊ ഒരു ഫാക്ടറിയാണ് വരുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു പുതിയ രീതിയിലുള്ള ഫാക്ടറിയാണ് വരുന്നതെങ്കിൽ അത് ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും അത് വന്നിട്ടുണ്ടോ, ഇതുപോലുള്ള ഫാക്ടറി വേറെ ഏതെങ്കിലും നാട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതിന്റെ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുന്നതാണ് അതർ എക്സിസ്റ്റിംഗ് ആൻഡ് പ്ലാൻഡ് പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലുള്ള ഏതെങ്കിലും നിലവിൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടോ, അതിന്റെ ഡേറ്റാസ് കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ അഥവാ ഇല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും പ്രൊജക്ട് വരാനിരിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അങ്ങനെയുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതാണ് അതർ എക്സിസ്റ്റിംഗ് ആൻഡ് പ്ലാൻഡ് പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു EIA ഭാഗമായിട്ട് ഡാറ്റ കളക്ഷൻസ് വേണ്ടത്. ഓക്കെ, then externalities of EIA. പോസിറ്റീവ് externalities ഉണ്ടാകും, നെഗറ്റീവ് externalities ഉണ്ടാകും. അതായത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ അഡ്വാൻറ്റേജസ് നോക്കാം. പോസിറ്റീവ് externalities or advantages of EIA. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂ ജോബ്സ് ജനറേറ്റഡ്, എക്കണോമിക് ഗ്രോത്ത് സ്റ്റിമുലേറ്റഡ് അല്ലെ. അപ്പോൾ ഒരു പ്രൊജക്ട് വരുന്ന സമയത്ത്, ഒരു ഫാക്ടറി ഒരു നാട്ടിൽ വരുന്ന സമയത്ത് എന്തുണ്ടാവും, ന്യൂ ജോബ്സ് ആർ ജനറേറ്റഡ് അല്ലെ, പുതിയ പുതിയ തൊഴിലവസരങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ എക്കണോമിക് ഗ്രോത്ത് സ്റ്റിമുലേറ്റഡ്, കൂടുതലായിട്ടും നമ്മൾ ഒരു നാട്ടിലൊരു ജോലി സാധ്യത കൂടുമ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു നാടിന്റെ എക്കണോമിക് ഗ്രോത്ത് എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. Then second one എന്ന് പറയുന്നത് growth of local business enterprises supported. ഓക്കെ, അപ്പോൾ ഒരു നാട്ടിലൊരു ഫാക്ടറി വരുന്ന സമയത്ത് അതിന്റെ ലോക്കൽ ആയിട്ടുള്ള അതിന്റെ സറൗണ്ടിങ്സ് ആയിട്ടുള്ള ചില ലോക്കൽ ബിസിനസ് ഒക്കെ എന്ത് ചെയ്യും, അതിന്റെ ഗ്രോത്തും അതിന് കാരണമാകും അല്ലെ. അതിനും കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടാകും അല്ലെ. ഒരു ഫാക്ടറി വരുന്ന സമയത്ത് അതിന്റെ ചുറ്റുപാടുള്ള ആ ഫാക്ടറിയുടെ കൺസ്ട്രക്ഷൻസിന്റെ ഭാഗമായിട്ട് തന്നെ അല്ലെ, കൂടുതൽ ആളിപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ഫാക്ടറി വരുന്നുണ്ട്, ആ ഫാക്ടറിയിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്, ആ ബിൽഡിംഗ് വലിയൊരു തരത്തിലുള്ള ബിൽഡിംഗ് വരുന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ജോലികൾ ഉണ്ടാവും അല്ലെ. ആ കൺസ്ട്രക്ഷൻസിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ജോലികൾ ഉണ്ടാകും. ആ ജോലിയുടെ ഭാഗമായിട്ട് പല എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉള്ള അതിന്റെ സറൗണ്ടിങ്സ് ആയിട്ടുള്ള എല്ലാ ബിസിനസ്സും എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് മെച്ചപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ അവർക്ക് വേണ്ട ഭക്ഷണം അല്ലെ, അങ്ങനെ ഫുഡിന്റെ ബന്ധപ്പെട്ട ഹോട്ടൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാകും. ദെൻ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അല്ലെ, അതിന്റെയൊക്കെ ഗ്രോത്ത് ഉണ്ടാകും, ബിസിനസ് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് സപ്പോർട്ടിംഗ് ആൻഡ് കോംപ്ലിമെന്ററി ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഡെവലപ്മെന്റ് ഓഫ് സപ്പോർട്ടിംഗ് ആൻഡ് കോംപ്ലിമെന്ററി ഇൻഡസ്ട്രീസ്. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും വേറെ ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അവർക്കും എന്തുണ്ടാവും, ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകും. ദെൻ ഇൻഫ്ലക്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസ്പോസബിൾ ഇൻകം. അപ്പം ഇൻകത്തിന്റെ ഒരു വർധനവും ഈ ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ദെൻ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സോഷ്യൽ ഇമ്പാക്ട്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള, അതായത് അഡ്വേഴ്സ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ടാകുക എന്നൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് impacts on health of local population. Then second one, increase in crime and deviant behavior. Then third one, additional pressure on the existing physical infrastructure. Then fourth one, decline in community cohesion. And fifth one, changed cultural values. അപ്പം ഇത്രയും നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ് ഈ EIA വഴി ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. സോഷ്യൽ ഇമ്പാക്ട്സ് ഏതൊക്കെയാന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്പാക്ട്സ് ഓൺ ഹെൽത്ത് ഓഫ് ലോക്കൽ പോപ്പുലേഷൻ അല്ലെ. എന്തായാലും ഒരു ഫാക്ടറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രൊജക്ട് വരുന്നത് വഴി അതിന് ചുറ്റുപാടുള്ള മനുഷ്യ ജീവിതത്തെ അല്ലെ, ജനജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ.
അവരുടെ ആരോഗ്യത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് പലതരം നമ്മളിപ്പോൾ നാട്ടിൽ കണ്ടുവരുന്നത് തന്നെ അല്ലെ, ഒരു ഫാക്ടറി ഒക്കെ നമുക്കുള്ള അതിന്റെ പരിസരത്ത് ജീവിക്കുന്ന ആളുകളുടെ അല്ലെ മൊത്തം പരിസരമൊക്കെ വളരെ വൃത്തികേടായിരിക്കും. അപ്പൊ അതിന്റെ ചുറ്റുപാടൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന എമിഷൻസ്, ഗ്യാസസിന്റെ എമിഷൻസ് ആയാലും അല്ലെ, അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ ഒക്കെ ആകുമ്പോഴും അതിന്റെ സറൗണ്ടിങ്സ് ഉള്ള റിവേഴ്സ് ഒക്കെ പൊല്യൂട്ടഡ് ആകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വഴി നമ്മുടെ ജനജീവിതത്തെ അവരുടെ നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ അത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ക്രൈം ആൻഡ് ഡീവിയൻ ബിഹേവിയർ. അപ്പോൾ ഒരു ക്രൈം ഒക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാ പറയുന്നത് ഈ EIA വഴി. അതായത് ഈ EIA എന്ന പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ള പലതരത്തിലുള്ള അല്ലെ അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലെ. ഒരു പ്രൊജക്ട് സാങ്ഷൻ ആകാൻ വേണ്ടിയിട്ട് ഈ EIA പ്രൊസീജിയർ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ടാകാം, പല തരത്തിലുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രൈംസ് ഒക്കെ പല രീതിയിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാക്ടറി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യത്തിന്റെ ഭാഗമായിട്ട് അല്ലെ അതിനുള്ള ഓണേഴ്സ് ഒക്കെ പലതരത്തിലുള്ള ക്രൈംസ് ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഇൻക്രീസിങ് ക്രൈം അതൊരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് അഡീഷണൽ പ്രഷർ ഓൺ ദി എക്സിസ്റ്റിംഗ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അതായത് വാട്ടർ സപ്ലൈ ഒക്കെ നമുക്ക് കൂടുതലായിട്ട് അല്ലെ ഒരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമായിട്ടുള്ള കൂടുതലായിട്ടുള്ള വാട്ടർ സപ്ലൈ ഒക്കെ കൂടുതലായിട്ടുള്ള എനർജി റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ ഇടയുണ്ട്. ഓക്കെ, ദെൻ ഡിക്ലൈൻ ഇൻ കമ്മ്യൂണിറ്റി കൊഹിഷൻ, ദെൻ ചേഞ്ച് കൾച്ചറൽ വാല്യൂസ് ഒക്കെ മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കമ്മ്യൂണിറ്റി കൊഹിഷൻസ് ഒക്കെ ഡിക്ലൈൻ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഒന്ന് കുറഞ്ഞു വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ EIA ഇൻ ഇന്ത്യയിൽ ഏതൊക്കെ ഏജൻസീസ് ആണ് ഇതിനെ മാനേജ് ചെയ്യുന്നുള്ളത് നോക്കാം. ദ MOEF മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഈസ് ദ ഏജൻസി ഫോർ എൻവയോൺമെന്റൽ ക്ലിയറൻസ്. If necessary, it may consult a committee of experts with a composition specified in Schedule 3 of notification. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 3 ഷെഡ്യൂൾഡ് ആയിട്ടാണ് EIA സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 3 ഷെഡ്യൂൾ ആയിട്ടാണ് ഈ EIAയുടെ പ്രൊസീജിയർ സ്പ്രെഡ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പം അതിൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഏജൻസിയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ക്ലിയറൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഏജൻസിയാണ്. അപ്പം ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പേർട്സിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഷെഡ്യൂൾ 3 പറഞ്ഞിട്ടുള്ള എക്സ്പേർട്ട് കമ്മിറ്റീനെ നിയമിക്കുന്നതൊക്കെ ഈ MOEF എന്ന് പറയുന്ന ഏജൻസി ആയിരിക്കും. ദെൻ ദ മെയിൻ ലോസ് ഇൻ ഇന്ത്യ, നമ്മൾ ഈ EIA-യുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയമങ്ങളാണ് ഉള്ളത് നോക്കാം. വാട്ടർ ആക്ട് 1974, ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, എയർ ആക്ട് 1981 ആൻഡ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1981. ഇത്രയും ആക്ട്സ് ആണ്, ലോസ് ആണ് നമുക്ക് ഇന്ന് നിലവിൽ ഈ EIA-യുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ദെൻ the responsible body for this is the Central Pollution Board, Control Board. അപ്പം ഇതിന്റെ ഒരു റെസ്പോൺസിബിൾ ബോഡി എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. Okay, then the project component is responsible for the preparation of the EIA statement with the help of external consultant or institution. അപ്പം ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പേർട്സിന്റെ ഒരു കോമ്പോസിഷൻ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ അവരാണ് ഇതൊക്കെ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അതിനെ അനലൈസ് ചെയ്യുന്നത്, ഈ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദ എമൗണ്ട് അലോക്കേറ്റഡ് ആൻഡ് സ്പെൻഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് EIA by the project proponents are usually abysmally low compared to the overall project cost. അപ്പോൾ ഒരു ഓവറോൾ പ്രൊജക്ടിന്റെ അത്രയും ക്യാഷ് ഒന്നും ഇതിനാവുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. Okay, then conclusion. Environment impact assessment is a very beneficial step to check whether the project is environmental friendly or not. അല്ലെ, അപ്പോൾ ഒരു പ്രൊജക്ട് വരുമ്പോൾ അത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണോ എക്കോ ഫ്രണ്ട്ലി ആണോ അല്ലയോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് ഇതിനെ പറയാൻ പറ്റുന്നത് EIA എന്ന് പറയുന്നത്. Then since economic development is result of interaction between natural resources and technology supported by design for people, so all human activities should be economic, social and environmental
എൻവയോൺമെന്റ് ഫ്രണ്ട്ലി. അപ്പൊ ഇങ്ങനെ ഒരു അസസ്മെന്റ് നടക്കുന്നത് വഴി എല്ലാ കാര്യങ്ങളും നമുക്ക് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ EIA എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആകാനുള്ള ഒരു മേജർ ടൂൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് EIA-യുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ മെയിൻ സ്റ്റേജസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണല്ലോ അല്ലേ? പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? ഓക്കെ.